62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ വട്ടം ഒരു ഹരിത കലോത്സവമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഹരിത കർമ്മസേനയുടെ മുന്നേറ്റത്തോടെ ഒരു സെൽഫി പോയിന്റിനെ നമുക്ക് പരിചയപ്പെടാം. അതും വളരെ പ്രകൃതി സൗഹാർദ്ദത്തോടെയാണ് ഈ സെൽഫി പോയിന്റ് ഇവിടെ ഒരുങ്ങുന്നത്. ഇതിനെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഓഫീസിലാണ് ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കര മീഡിയ വന്നിരിക്കുന്നത്. ഇവിടെ ഈ കലോത്സവം ഹരിത കലോത്സവമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 62ാമത് കേരള സ്കൂൾ കലോത്സവം നിങ്ങളിവിടെ ഈ ആശ്രാമം 1-ാം വേദി ആശ്രാമം മൈതാനമാണ്. ഈ ആശ്രാമം മൈതാനത്ത് നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് മുക്തമാണിപ്പോൾ. കാരണം ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് വരെയും കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാം നടത്തിയിരുന്നു. 1500-ലധികം കുട്ടികളെ NSS വാളണ്ടിയേഴ്സിനെയും വിവിധ കുട്ടികളെയും നിരത്തി ഞങ്ങൾ ഈ ആശ്രാമ മൈതാനം ഉൾപ്പെടെ എല്ലാ വേദികളും പ്ലാസ്റ്റിക് വിമുക്തമാക്കി. ആ കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് 900-ലധികം കിലോഗ്രാം പ്ലാസ്റ്റിക്കാണ് മാലിന്യങ്ങൾ, കരമാലിന്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തത്. ഇത് കളക്ട് ചെയ്ത് കൊല്ലം കോർപ്പറേഷന് കൈമാറി. ഈ മാലിന്യങ്ങൾ അങ്ങനെ നീക്കം ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ഇതൊരു പ്ലാസ്റ്റിക് മുക്ത സ്ഥലമാണ്, ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവരരുത്, പ്ലാസ്റ്റിക് പ്രചരിപ്പിക്കരുത് എന്ന സന്ദേശം നൽകുന്നത്. ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അന്ന് നടത്തിയ വിളംബര ജാഥയിൽ നമ്മളിത് ഹരിത കലോത്സവമായിട്ട് ഡിക്ലെയർ ചെയ്തു. ഹരിത കലോത്സവം എന്ന് പറയുമ്പം പൂർണ്ണമായിരിക്കണം. നിങ്ങളിവിടെ എല്ലായിടും ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലായിടവും ഈ ഹരിത കലോത്സവമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് നമ്മളുടെ മുൻകാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ സെറ്റപ്പാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഈറയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈറയും മുളയും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണമാണ്. അതുപോലെ ഓലയും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയം 2 മണിയാണെങ്കിലും ഇവിടെ ചൂടൊന്നുമില്ല. ഇവിടെ ഒരു ഫാൻ പോലും ഞങ്ങൾ മനഃപൂർവ്വം വെക്കാഞ്ഞതാണ്. കാരണം ഇത് മനസ്സിലാക്കുക, ഒരു തലമുറ ഇതായിരുന്നു മുൻകാലങ്ങളിൽ, ഇങ്ങനെയായിരുന്നു നമ്മൾ വസിച്ചിരുന്നത്. പിന്നെ ഇവിടെ 4 സന്ദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ് ഹരിതം, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതാണ് ഹരിതം എന്നുള്ളത്. രണ്ടാമതെന്ന് പറയുന്നത് ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു. മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന ട്രാഫിക് അവയർനെസ്സിനെ പറ്റി കൊടുക്കുന്നുണ്ട്. മൂന്നാമത് ഈ ഗ്രീൻ പ്രോട്ടോക്കോളിൽ. നാലാമത് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ സസ്റ്റൈനബിളായിട്ടുള്ള, അതായത് നമ്മൾ കീറിക്കളഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കളയാൻ വെച്ചിരുന്ന പ്രോഡക്റ്റുകളായ തുണികളോ ഇങ്ങനെയുള്ളതെല്ലാം അവർ ഇതിലും വിലപിടിപ്പുള്ള സാധനങ്ങളായി അവർ മാറ്റുന്ന ആ കുട്ടികളുടെ ഒരു പ്രദർശനം കൂടി ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയിൽ പൂർണ്ണമായും ഹരിതാപമായ ഇതാണ്. ആ രീതിയിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ കുട്ടികളും അത് തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ കൂടി ഒരു ചെറിയ പ്രദർശനം ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാ വേദികളിലും ഇപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളിവിടെ 200ഓളം വാളണ്ടിയേഴ്സിനെ എല്ലാ വേദികളിലും ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇട്ട് കഴിഞ്ഞു. അതേപോലെ അധ്യാപകരെ 70ഓളം അധ്യാപകരെ എല്ലാ വേദികളിലേക്ക് ഞങ്ങൾ വിട്ടു കഴിഞ്ഞു. അതുപോലെ ഇന്ന് 4 മണിക്ക് ശേഷം ടീം കേരളയുടെ കുട്ടികളായിരിക്കും. ടീം കേരള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള കുട്ടികളാണവർ. ആ കുട്ടികളായിരിക്കും എല്ലാ സ്റ്റേജിൻ്റെയും ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അവർ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഏൽപ്പിച്ച ദൗത്യം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കരമാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. അത് എന്നിട്ട് ആ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൊല്ലം കോർപ്പറേഷന് ഞങ്ങൾ കൈമാറുന്നതാണ്. പിന്നെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കലോത്സവത്തോടനുബന്ധിച്ച് ഈ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു സ്മാരകമായി നമ്മളുടെ ഈ മൈതാനിയിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ആ വേസ്റ്റ് പ്രോഡക്റ്റുകൾ കൊണ്ട് ഞങ്ങളൊരു എന്നത്തേക്കും ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു സ്തൂപം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്ലാനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ പ്രവർത്തനം. എൻ്റെ പേര് സനുജ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പ്രവർത്തകയാണ്. ഇത് നമ്മൾ സാധാരണ എല്ലായിടും വലിച്ചെറിയുന്ന മുട്ടത്തോടുകളുടെ കവറാണ്. ഇതിനകത്ത് നമ്മൾ കളർ ചെയ്ത് ഒരു പ്രകൃതി
എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു സെൽഫി പോയിൻ്റാണ് നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത്. ഇതിന് ഇനി ബാക്കി രൂപരേഖകളും വരാനുണ്ട്. കുറച്ച് നിമിഷങ്ങളിൽ അത് റെഡിയാവുന്നതാണ്.